ഭർത്താവ് ഒരുമിച്ചാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ഗംഗ തൻ്റെ പ്രശ്നം എന്നോട് പറഞ്ഞു. ഗംഗയുടെ നാവിൻ്റെ പകുതി മരവിച്ചിരിക്കുന്നു. പല്ലിനിടയിൽ പെടുന്ന ചെറിയ ഒരു നാര് പോലും നാവ് കൊണ്ട് ചലിപ്പിച്ച് അത് എടുത്തു കളയുവാൻ പോലും കഴിയുന്നില്ല. അതേപോലുള്ള ഒരു മരവിപ്പാണ് നാവിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാവിന് മുഴുവനായിട്ടില്ല, നാവിൻ്റെ തുമ്പ് ഭാഗത്താണ്, പകുതി ഭാഗം ആയിട്ട്. ഗംഗ ഈ പ്രശ്നം എന്നോട് പറഞ്ഞു. ഗംഗയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗംഗയുടെ ഭർത്താവും ഇക്കാര്യങ്ങൾ പറഞ്ഞു. പണ്ട് വളരെ സ്ഫുടമായും വളരെ ഫ്ലോയിൽ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് ഗംഗ. ഇപ്പോൾ അവരുടെ സംസാരം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്, നല്ല തടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും ബോധ്യമായി. ഗംഗ തൻ്റെ പ്രശ്നങ്ങൾ എന്നോട് പറയുമ്പോഴും ഏതാണ്ട് ഒരു തടസ്സം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഗംഗ വിവാഹിതയാണ്. ഗംഗയ്ക്ക് 2 കുട്ടികളുണ്ട്. മൂത്തയാൾ +1 പഠിക്കുന്നത്. രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സിലും. ഗംഗ നഴ്സായിട്ട് ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുകയാണ്. വർഷങ്ങളായി, വിവാഹത്തിന് മുമ്പ് മുതലേ നഴ്സായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഉത്തരേന്ത്യയിൽ തന്നെ ആശുപത്രിയിലെ കൺസേൺ ഡോക്ടറെ തന്നെ കാണിച്ച് വിവരങ്ങൾ പറഞ്ഞു. അവർ പരിശോധിച്ചു, ചില മരുന്നുകളെല്ലാം നൽകി. പക്ഷേ കാതലായ ഒരു വ്യത്യാസം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഒരു ചെറിയ മനഃശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയയായേക്കാം എന്ന് വിചാരിച്ച് ഗംഗ ഭർത്താവും ഒരുമിച്ച് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ഗംഗയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഗംഗയുമായി ഒരു തുറന്ന സംഭാഷണത്തിനാണ് ഞാൻ മുതിർന്നത്. എന്നു മുതലാണ് ഇത്തരമൊരു പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങിയത്? ഇതിന് പ്രത്യേകമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്? എപ്പോഴും നാവിന് ഈ മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? നാവിൻ്റെ പകുതിയല്ലാതെ നാവ് മുഴുവനായി മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? സംസാരിക്കുവാൻ മാത്രമേ തടസ്സം അനുഭവപ്പെടുന്നുള്ളൂ? രുചി അറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? തുടങ്ങി അനവധി കാര്യങ്ങൾ ഗംഗയുമായി തുറന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഗംഗ പഴയ ഒരു സംഭവം പറഞ്ഞത്. 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഗംഗ ആശുപത്രിയിൽ നഴ്സാണ് എന്ന് ഞാൻ പറഞ്ഞു. നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു രോഗി പെട്ടെന്ന് മനോവൈകല്യം സംഭവിച്ച് പെട്ടെന്ന് വയലൻ്റായി തീർന്നു. വല്ലാത്ത ഒച്ചയും ബഹളവും എടുത്തു. ഗംഗ മാത്രമേ അപ്പോൾ നഴ്സായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടറുമില്ലായിരുന്നു. അയാൾ വയലൻ്റായി തീരുന്ന അവസ്ഥയിൽ വലിയ ശബ്ദമെടുത്തപ്പോൾ ഗംഗയും അല്പശബ്ദത്തിൽ അയാളെ ശാസിച്ചു. പക്ഷേ അയാളുടെ ശബ്ദം വളരെ വളരെ ഉയർന്നതായി മാറി. അയാൾ വയലൻ്റായി തീർന്നു എന്നറിഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്ന മറ്റ് ബെഡുകളിലും മറ്റുമുണ്ടായിരുന്ന ചില രോഗികളും ബൈസ്റ്റാൻഡേഴ്സും ഒരുമിച്ച് വന്ന് ഇയാളെ പിടിച്ചു കിടത്തി. ഡോക്ടർ വിവരം അറിയിച്ചു. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എഴുതി, ഇഞ്ചക്ഷൻ കൊടുത്തു. രോഗി സുഖമായി കിടന്നുറങ്ങി. കഴിഞ്ഞ 2 ദിവസമായി അയാൾക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ലായിരുന്നു എന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഗംഗ ഓർമ്മിച്ചു. എന്തായാലും ഗംഗയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ഗംഗയുടെ മനസ്സിനെ വല്ലാതെ ചഞ്ചലപ്പെടുത്തി. ഗംഗയുടെ നാവ് പൊങ്ങാത്തതുപോലെ അനുഭവപ്പെട്ടു.
വയലൻ്റായിത്തീർന്ന ഇയാളോട് എന്തു പറയുമെന്ന് ഒരു നിമിഷം ഗംഗ ചിന്തിച്ചു പോയിരുന്നു. ഏതായാലും ഗംഗയുടെ നാവിൻ്റെ ചലനം തന്നെ നിന്നു പോകുന്നത് പോലെ ഗംഗയ്ക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഗംഗ മനസ്സുകൊണ്ട് ചത്തതുപോലെ ആയിപ്പോയിരുന്നു. ആ ദിവസങ്ങളൊന്നും ഗംഗയ്ക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യൻ്റ് വയലൻ്റായി തീരുന്നതും തന്നോട് കയർക്കുന്നതും മറ്റും. ഗംഗ ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ ഉറക്കം ഇളച്ചു ഒക്കെ കിടന്നു. ഭർത്താവിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഒന്നും സാരമില്ല എന്ന് ഭർത്താവ് ആശ്വസിപ്പിച്ചു. ഗംഗ ഓർമ്മിക്കുന്നു, അതിൽ പിന്നീടാണ് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായത് എന്ന് ഗംഗ ഓർമ്മിക്കുന്നു. എന്തായാലും ഗംഗയുടെ മനസ്സിൻ്റെ ഉൾത്തട്ടിൽ ആന്തരിക തലത്തിൽ ശക്തമായ മുറിവുണ്ട് എന്ന് ആർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഗംഗയുടെ മനസ്സിന് റിലാക്സേഷൻ ആവശ്യമായിരുന്നു. ആ മുറിവുകളെ ഉണക്കിയെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ഗംഗയുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അവളുടെ നാവിന് ബലം വെച്ച് വന്നു. അവളുടെ നാവിലൂടെ സ്ഫുടമായും നല്ല ഫ്ലോയിൽ സംസാരിക്കുവാൻ ഗംഗയ്ക്ക് കഴിഞ്ഞു. ഇതുപോലെ അനവധി പ്രശ്നങ്ങൾ വിവരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില രോഗങ്ങൾ പലരിലും കാണപ്പെടുക സാധാരണമാണ്. ഇത് ചിലപ്പോൾ എക്സ്റേയിലോ സ്കാനിങ്ങിലോ ഒന്നും കണ്ടെത്തിയെന്ന് വരില്ല. രോഗകാരണം കൃത്യമായി മനസ്സിൻ്റെ ആഴങ്ങളിലാണ് കിടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. ആഴങ്ങളിലേറ്റിട്ടുള്ള മുറിവുകളെ വെച്ച് കെട്ടേണ്ടി വരും. മനസ്സ് ശാന്തമായി തീരേണ്ടി വരും. മനസ്സിലെ മുറിവുകളെ സൗഖ്യമാക്കേണ്ടി വരും. ഏതൊരു മുറിവും സൗഖ്യമാക്കണം എന്ന് നമുക്കറിയാം. ഏതൊരു മുറിവും വെച്ച് കിട്ടുന്നവരാണ് നമ്മൾ. അതേപോലെ മനസ്സിൽ ഏൽക്കുന്ന മുറിവുകളെയും നാം വെച്ച് കിട്ടേണ്ടി വരും. സാന്ത്വന വാക്കുകൾ മതിയാകും. ആ സാന്ത്വന വാക്കുകൾ ഫലവത്തായി എത്തുമ്പോൾ, പ്രശ്നങ്ങൾ ഒരു ഡോക്ടറോട് വിശ്വസിച്ചുകൊണ്ട് തുറന്നു പറയുമ്പോൾ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ മനസ്സിനെ തുറന്നു വയ്ക്കുമ്പോൾ തീർച്ചയായും രോഗി സൗഖ്യം നേടുന്നു. അതാണ് നാം ഗംഗയുടെ കാര്യത്തിൽ കണ്ടത്. ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് നാം പറയുക. ഒരു ഹോളിസ്റ്റിക് സമീപനം ഇന്ന് ആരോഗ്യ മേഖലയിലുണ്ട്. ഹോളിസ്റ്റിക് ലെവലിൽ നാം നോക്കുമ്പോൾ ശരീരത്തിലെ രോഗം മനസ്സിനെ ബാധിക്കുന്നു, മനസ്സിൻ്റെ രോഗം ആത്മാവിനെ ബാധിക്കുന്നു, ആത്മാവിൻ്റെ രോഗം ശരീരത്തെ ബാധിക്കുന്നു എന്നൊക്കെയാണ് നാം പറയുക. ഇവിടെ മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സും ശരീരവുമായി അഭേദ്യമായ ബന്ധം ഉണ്ട്. മനസ്സിലെ വിഷമങ്ങളും നിരാശകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും എല്ലാം ശരീരത്തെ ബാധിക്കാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ സ്ട്രെസ് ഹാർട്ട് അറ്റാക്കിന് പോലും കാരണമായി തീരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെ റിലാക്സ് ആക്കുക, മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക, മനസ്സിന് പരിഗണനകൾ നൽകുക, മനസ്സിന് സ്നേഹം നൽകുക. മനസ്സിന് മരുന്നല്ല, സ്നേഹമാണ് നൽകേണ്ടതെന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ മനസ്സാരോഗ്യവത്തായി തീരും, ശരീരവും ഒപ്പം ആരോഗ്യവത്തായി തീരും.